ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സംഭവ ബഹുലമായ കാര്യങ്ങളാണ് ഇന്നലെ FC ബാഴ്സലോണയിൽ സംഭവിച്ചിട്ടുള്ളത്. അതായത് ആദ്യം അവരുടെ ക്യാപ്റ്റനായ ടെർ സ്റ്റീഗനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും FC ബാഴ്സലോണ നീക്കം ചെയ്തു. കാരണം ടെർ സ്റ്റീഗൻ ക്ലബിന് വിരുദ്ധമായിക്കൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ക്ലബ്ബ് കണ്ടെത്തിയിട്ടുള്ളത്. ക്ലബിൻ്റെ ആവശ്യങ്ങൾ ഒന്നും അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. മാത്രമല്ല, അവരുടെ പ്രതിരോധ നിരയിലെ നിർണായക താരമായ ഇനീഗോ മാർട്ടിനസ് ക്ലബ്ബ് വിടുകയും ചെയ്തിരുന്നു. അത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ചില പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ ബാഴ്സലോണയിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തലവര മാറിയത് അത് റൊണാൾഡോ അരോഹോയുടെ കാര്യത്തിൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാവി ഇപ്പോൾ സുരക്ഷിതമായി കഴിഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാവി സുരക്ഷിതമായിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം, ടെർ സ്റ്റീഗനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയപ്പോൾ വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന റൊണാൾഡോ അരോഹോ ഇപ്പോൾ ക്യാപ്റ്റനായി മാറിയിട്ടുണ്ട്. ഇനി മുതൽ ബാഴ്സയുടെ ക്യാപ്റ്റൻ സ്ഥാനം റൊണാൾഡോ അരോഹോ വഹിക്കും എന്നത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം ഇനീഗോ മാർട്ടിനസ് ക്ലബ്ബ് വിട്ടത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക റൊണാൾഡോ അരോഹോക്ക് തന്നെയാണ്. അതായത് ഒരു സെന്റർ ബാക്ക് ക്ലബ്ബ് വിടേണ്ടി വരും എന്നത് ഡെക്കോ നേരത്തെ ഉറപ്പിച്ച് പറഞ്ഞ ഒരു കാര്യമായിരുന്നു. അരോഹോ ക്ലബ്ബ് വിട്ടേക്കും എന്ന റൂമറുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് പല ബാഴ്സലോണ ആരാധകരും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇനീഗോ പോയത് കൊണ്ട് അരോഹോ ഇനി പോവില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. എന്നുള്ളത് മാത്രമല്ല, സ്റ്റാർട്ടിംഗ് 11 പോലും അദ്ദേഹത്തിന് ഇപ്പോൾ തൻ്റെ ആ ഒരു സ്ഥാനം ഗ്യാരണ്ടി ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് 11 ഇനി റൊണാൾഡോ അരോഹോ ഉണ്ടാകും. അദ്ദേഹവും കുബാർസിയുമായിരിക്കും ഇനി സെൻറ്റർ ബാക്ക് പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ ദിവസത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് തൻ്റെ തലവര മാറിയിട്ടുള്ളത്. ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കുന്നു, സ്റ്റാർട്ടിംഗ് 11 സ്ഥാനം ഉറപ്പാകുന്നു. അങ്ങനെ അരോഹോയെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ദിവസം നല്ല ഒരു ദിവസമായിരുന്നു. ഇനിയിപ്പോൾ 3 സെന്റർ ബാക്കുമാരാണ് പ്രധാനമായും FC ബാഴ്സലോണക്ക് ഉള്ളത്. കുബാർസി, റൊണാൾഡോ അരോഹോ, ക്രിസ്റ്റ്യൻസൺ എന്നിവരാണ്. ഇനി ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ട് ചില താരങ്ങളെ ഉപയോഗപ്പെടുത്താം. എറിക് ഗാർഷ്യ, ഹൂൾസ് കൂണ്ടെ, ജെറാർഡ് മാർട്ടിൻ, ഈ 3 താരങ്ങളെയും വേണമെങ്കിൽ സെന്റർ ബാക്ക് പൊസിഷനിൽ ഉപയോഗപ്പെടുത്താൻ FC ബാഴ്സലോണക്ക് സാധിക്കുന്നതാണ്. മറ്റു പൊസിഷനുകളിൽ കളിക്കുന്ന താരങ്ങളാണ് ഇവർ. പക്ഷെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവരെ CB പൊസിഷനിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഏതായാലും അരോഹോ ഇനി FC ബാഴ്സലോണയുടെ ആദ്യ 11 ഉണ്ടാകും എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.